മിക്കവാറും കുട്ടികൾ മയക്കുമരുന്നിലേക്ക് എത്തുന്ന ഒരു വഴിയുണ്ട്, അത് നമ്മൾ അറിഞ്ഞു വെക്കണം. അതേതാ ഈ വഴി? ആ വഴി 2-3 സംഗതികളിലാണ്. ഒന്ന്, ബ്രോക്കൺ ഫാമിലികളിലാണ്. ബ്രോക്കൺ ഫാമിലി എന്ന് പറഞ്ഞാൽ ഉമ്മയും ബാപ്പയും ചിലപ്പോൾ തെറ്റിയും പണങ്ങിയും നിൽക്കുന്നത്, മുത്തല്ലക്കത്തായ ഉമ്മമാര്, തലാക്ക് ചെല്ലപ്പെട്ട ഉമ്മമാര്, ബാപ്പ കള്ളുകുടിയനായിട്ടുള്ളത്, ഇങ്ങനൊക്കെ ഉള്ളിടത്താണ് മക്കള് വേഗം മയക്കുമരുന്നിലേക്കും അതുപോലെയുള്ള സംഗതികളിലേക്കൊക്കെ പോണത്. ഒന്നാമത്തെ കാര്യം ഇത് നമ്മൾ ഏത് സമയത്തും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, മക്കളെ വേണ്ട രൂപത്തിൽ ചേർത്ത് പിടിച്ച് കൊണ്ടുകിടക്കാനും സ്നേഹം കൊടുക്കാനും അറിയാത്ത ചെയ്യാത്ത ബാപ്പയും ഉമ്മയുള്ളിടത്ത്. അങ്ങനെയാണ്. അങ്ങനെ വരുന്ന സമയത്താണ് ഇവൻ ഒരു ഒരേല് സമാധാനമില്ല, എവിടോ പോയി അങ്ങനെ കുത്തിരിക്കുകയാണ്, ക്ലാസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്, സ്കൂളില് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴും ഓൻ ആ ഗ്രൗണ്ടിന്റെ മൂലയെ കുത്തിരിക്കുകയാണ്. ചിലപ്പോ ബസ് സ്റ്റോപ്പിലൂടെ ഇങ്ങനെ പിന്നെ ബസ്സിൽ ഇങ്ങനെ പോണ സമയത്ത് അല്ലെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോ ഇവൻ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് മറ്റേ ചങ്ങായി മെല്ലെ എന്നും നോക്കുകയാണ്, അവനെ നോക്കിയിട്ട് അടുത്ത് വന്നിട്ട്, എന്താണ് എന്റെ പ്രശ്നം? ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ വന്ന് ചോദിക്കുന്നത്. അപ്പൊ ഓനോട് പറയാണ്, നിനക്കൊരു ധൈര്യം കിട്ടാൻ, നിനക്ക് സന്തോഷം ഉണ്ടാവാൻ ഞാൻ ചെറിയ സാധനം തരാം, നീ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കോ, ഒരു പ്രശ്നവും ഇല്ല. മക്കൾ അതിൽ കുടുങ്ങാണ്, അതിൽ കുടുങ്ങല. ആദ്യത്തെ ഈ ചോദ്യത്തിൽ നിന്നാണ് അവരുടെ കൂട്ടുകെട്ടിൽ നിന്ന് മക്കളുടെ ജീവിതത്തിന്റെ ഒരു ജീവിത ചക്രം നമ്മൾ അറിയണം കേട്ടോ. ജനിച്ചത് മുതൽ 7 വയസ്സ് വരെയുള്ള സമയം ഉമ്മനെയും ബാപ്പനെയും കണ്ടുപഠിക്കുന്ന സമയമാണ്. 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള സമയം മക്കളുടെ ജീവിതത്തിൽ കൂട്ടുകാരെ കണ്ടും പരിസരത്ത് ബാക്കിയുള്ളത് കണ്ടും ഒക്കെ അവർ വളരുന്ന സമയമാണ്. അതാണ് ആ സമയം വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ സ്വയം കുതറി മാറിയിട്ട് ഒരു വ്യക്തിയായി രൂപപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഈ മക്കൾക്ക് നാട്ടിൽ അംഗീകാരമില്ല, ബാക്കിയുള്ളതിൽ എങ്ങനെയൊക്കെ വരികയെന്ന് വിചാരിക്കുക. എന്തായിരിക്കും സംഗതി? ആ പൊരുത്തം പറഞ്ഞു, എടാ എനിക്ക് അംഗീകാരം കിട്ടാൻ ആരും എന്നെ ബഹുമാനിക്കുന്നില്ല, അല്ല എന്നാ എനിക്കൊരു പണി തരാം, എല്ലാരും എന്നെ ബഹുമാനിക്കും, എനിക്ക് നല്ല ധൈര്യം ഉണ്ടാകും, എല്ലാവരും വർത്താനം പറയാൻ പറ്റും, നിന്നെ ചൂഷണം ചെയ്ത ആളുകൾക്കെതിരെയൊക്കെ നിനക്ക് നീങ്ങാൻ പറ്റും എന്നാന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോ ആ കുട്ടി വാങ്ങാണ്. വെറുതെ കൊടുക്കുക, നീ ഒന്ന് ഉപയോഗിച്ചു നോക്കുന്ന് പറയാണ്. ഒരിക്കലൊരു ഉമ്മ എന്റെ അടുത്ത് വന്നു. ആ ഉമ്മ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മോന് അവന് ചെറിയ കുട്ടിയായിരുന്നപ്പം ബാപ്പ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതാ. ബാപ്പനവൻ കണ്ടിട്ടില്ല, കണ്ട ഓർമ്മ ഓനില്ല, കണ്ടിട്ടുണ്ട്, കണ്ട ഓർമ്മയില്ല. ഞാൻ അവനെ പോറ്റി വളർത്തി ഈ വലിയ രൂപത്തിൽ പ്രതീക്ഷയിൽ ഉയർത്തിക്കൊണ്ടുവന്നു. അവന് 10ാം ക്ലാസ് നന്നായിട്ട് പാസ്സായി. ഇടക്കാലത്ത് ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് അവന് ഒരു ഫാൻസി കടയിൽ കുറച്ച് ജോലിക്ക് നിന്നു. +1 അഡ്മിഷൻ കിട്ടുന്നത് വരെയുള്ള സമയത്ത് ഫാൻസി കടയിലാണ് നിന്നത്. ഓൻ ആദ്യമായിട്ട് 10,000-15,000 രൂപ ആ ഫാൻസി കടയിൽ നിന്ന് ശമ്പളം കിട്ടിയ അന്ന് ഓൻ എനിക്ക് സമ്മാനമൊക്കെ വാങ്ങിയിട്ട് പുരയിലേക്ക് വന്ന ദിവസം ഉണ്ടല്ലോ ഉസ്താദേ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസം പെരുന്നാളായിരുന്നു അന്ന്. എന്റെ മോൻ അത്രമേൽ വലിയ സന്തോഷത്തിലാ വന്നത്. അവനിൽ വലിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ മോന് മെല്ലെ മാറാൻ തുടങ്ങി. ഓന് +1 പോയി തുടങ്ങിയതോടുകൂടി മാറ്റം വന്നു. ഓൻ പിന്നെ എന്നെ കണ്ടാ മിണ്ടാറില്ല. ഞാൻ ചോദിച്ചാ ചൂടാവാൻ തുടങ്ങി. ചിലപ്പോ ഓൻ എന്നെ അടിച്ചു ഉസ്താദേ. കുറെ കഴിഞ്ഞ് ഞാൻ അവന്റെ റൂം പരിശോധിച്ചു നോക്കിയ സമയത്ത് ആ റൂമില് അവന്റെ മേശയില് ബാക്കിയുള്ളിടത്തൊക്കെ കുറെ സാധനങ്ങൾ കണ്ടു. ഇപ്പൊ അവൻ പൊരേല് വരുന്നില്ല. 18 വയസ്സ് 19ാമത്തെ വയസ്സ് പ്രായ, പൊരേല് വരുന്നില്ല. പൊരേല് വന്നാലും ഓൻ വരരുത് എന്നപ്പ എന്റെ ആഗ്രഹമുള്ളത്, എന്റെ ദുആ അതാണ്. വന്നു കഴിഞ്ഞാൽ എന്നെ തല്ലും, എന്നെ കൊല്ലുമോ എന്ന് ഞാൻ പേടിക്കാണ് ഉസ്താദേ. എന്റെ കഴുത്തിൽ ആകെ ഉണ്ടായിരുന്ന മാല ഓൻ പൊട്ടിച്ചു കൊണ്ടുപോയി, ബാക്കിയുള്ളതൊക്കെ വാങ്ങിക്കൊണ്ടുപോയി. 10ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചു പോന്നിരുന്ന മോന് ഈ ഉമ്മ ആ കുട്ടിക്ക് വേണ്ടി വേറെ കല്യാണമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ച് അങ്ങനെ ജീവിച്ച ഉമ്മ ഒരു കടയിൽ നിന്നൊരു 10,000 ഉറുപ്പിക ആദ്യമായിട്ട് കിട്ടിയപ്പം സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ടുവന്ന മോൻ, ഈ മോനാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ മാറ്റം വരുന്നതെങ്കിൽ ആരാണ് ഈ മോനെ മാറ്റിയെടുത്തത്? അപ്പോഴാണ് പിന്നെ ആ കുട്ടി ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കിയ സമയത്ത് ആ കുട്ടി പറയാണ്, എനിക്ക് നാട്ടിലൊരു വിലയില്ല, ഞാൻ ബാപ്പല്ലാത്തോനാ, വേറെ നിവൃത്തി ഇല്ലാത്തോനാ, പൈസ ഇല്ലാത്തോനാ. അങ്ങനെ വന്നപ്പോഴാണ് എന്നോട് ചില കൂട്ടുകാർ പറഞ്ഞു, എടാ എനിക്ക് അംഗീകാരം കിട്ടാനൊരു പണി തരാ എന്ന് പറഞ്ഞിട്ട് എന്നെ ഈ മയക്കുമരുന്നിന്റെ ലോകത്തേക്ക് കൊണ്ടുവന്നത്.
അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് അംഗീകാരം കിട്ടാൻ തുടങ്ങിയോന്ന് ചോദിച്ചു. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. ഞങ്ങളുടെ നാട്ടിലെ റൂം എടുത്തിട്ട് ആ റൂമിൽ ഇരുന്നിട്ട് നന്നായിട്ട് ആഘോഷിക്കാൻ തുടങ്ങി. പക്ഷെ അതോട് കൂടിയിട്ട് പിന്നെ ആഘോഷത്തിന് പൈസ കൂടുതൽ വേണ്ടി വന്നപ്പോ മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ പിന്നെ ഇത് തലേ കയറിയപ്പോ ഉമ്മൻ അടിക്കാൻ തുടങ്ങി. കുഴപ്പമായി. അവസാനം പൊരയിലേക്ക് തന്നെ വരാത്ത രൂപത്തിലേക്ക് ഈ മക്കൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്തുമാത്രം വലിയ പ്രതിസന്ധിയാണ് എന്ന് നമ്മൾ അറിയണം. ഇങ്ങനെ മക്കളുടെ ജീവിതം തന്നെ തകർന്നു പോകുന്ന, ഒരു സർജറി പോലും നടത്താൻ ഡോക്ടർമാർക്ക് കഴിയാതെ പ്രതിസന്ധികൾ വരുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. ഇതാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത്. ബൈക്ക് അപകടങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ? ഇതങ്ങോട്ട് തലേ കയറി കഴിഞ്ഞാൽ പിന്നെ ഓന് തോന്നുകയാണ് പെരും പോക്ക് പോകാൻ. ഇപ്പൊ ഒരു വിമാനം പോയില്ലേ ഇതിലെ, അല്ലേ? അതിനേക്കാൾ സ്പീഡിൽ എന്റെ ബൈക്ക് പോകുമെന്ന് കുട്ടിക്ക് തോന്നുകയാണ്. ഇത് തലയിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഓന് വേറെ ഒന്നുമില്ല. ഏതെങ്കിലും ഒരു സാധു വണ്ടിക്കാരനൊന്ന് കേറുന്ന സമയത്ത് ഓണടിച്ചാൽ അപ്പൊ ഓനോട് പോയിട്ട് അടി ഉണ്ടാക്കുകയാണ്. ഓന് തോന്നുക അപ്പനോടൊന്നും അങ്ങനെ എന്നെ കാണുമ്പോ ഓന് ഹോണടിക്കുക, ഓൻ ആരാ അപ്പയൊക്കെ തോന്നുകയാണ്. ഇത് ഈ കുട്ടികൾ ഈ സാധനം പ്രവർത്തിക്കുന്നതിന് ഇതിന് അഡിക്റ്റായി മാറുന്ന സമയത്ത് വരുന്നൊരു കാര്യമാണ്. ഇത് ആൺകുട്ടികളിൽ മാത്രമല്ല കേട്ടോ, പെൺകുട്ടികളും ഇതിന്റെ അടിമകളാണ്, അഡിക്റ്റാണ്. നമ്മൾ ശരിക്കും അറിയണം. വേറൊരു കാര്യം, ഈ രൂപത്തിലുള്ള സംഗതികളിലേക്ക് കുട്ടികൾ എത്തുന്നത് സ്കൂളിൽ നിന്ന് പോകുന്ന ടൂറുകളിലാണ്. ടൂറ് പോകുന്ന സമയത്ത് മാഷുമാര് ബാഗിൽ കരുതിയ കള്ളും കുപ്പി എടുത്ത് കുടിച്ച കുട്ടികളെ എനിക്കറിയാം. സാറിത് വാങ്ങുന്നതും കൊണ്ടുപോകുന്നതും വെച്ചതും ഒക്കെ ഒരുത്തം ഇല്ലം കണ്ടുവെച്ചു. ഓൻ ബാക്കിയുള്ളവരോട് പറഞ്ഞു, നമുക്കൊരു പണിയുണ്ട്. മൈസൂർ എത്തിയിട്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി. പിന്നെ രണ്ടാമത് പോയ സമയത്ത് പിന്നെ തിരിച്ചു വരുന്ന ലേശം നേരത്തെ വന്നു. മാഷിന്റെ ബാഗിൽ നിന്ന് എടുത്തിട്ട് ഇവര് കുടിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് കള്ളു കുടിക്കുന്നത് അന്നാണ്. മാഷ് പിന്നെ വന്ന് തപ്പുമ്പോ ഇടം കണ്ണിട്ട് ഇങ്ങനെ നോക്കി. അയാൾക്ക് ചോദിക്കാൻ നിവൃത്തിയില്ല, എന്റെ കുപ്പി ഉണ്ടായിരുന്നു എന്ന് പറയാൻ മൂപ്പർക്കും നിവൃത്തിയില്ല. കുട്ടികളെടുത്ത് കുടിച്ചു. ആദ്യമായിട്ട് കള്ളു കുടിക്കുന്നത് ടൂറില. ടൂറ് പോണ സമയത്ത് അതിന് പൈസ കിട്ടിയില്ലെങ്കിൽ ഓനെ സഹായിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. ഒരു ചെറിയൊരു പൊതി ഉണ്ട്, അതൊന്ന് പിന്നെ മൈസൂർ എത്തിച്ചു കൊടുത്താൽ മതി. മൈസൂരിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോ ചിലപ്പോൾ എന്റെ കയ്യിൽ ഒരു ബാഗ് തരും കേട്ടോ, അത് നിങ്ങൾ ആ ബാഗിന്റെ കൂട്ടത്തിൽ വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അത് ഇവിടെ എത്തുമ്പോൾ ഒരാൾ വന്ന് വാങ്ങിക്കൊണ്ടുപോകും. നിനക്കും നിന്റെ കൂടെ 4-5 ആളുകൾക്കും ടൂറ് പോകേണ്ട പൈസ ആ ടീം ഓഫർ ചെയ്യും. ഈ പണിന്റെ പേര് കാരിയർന്ന, മയക്കുമരുന്ന് കടത്തുന്ന പണിയായത്. ചുരുക്കത്തിൽ നമ്മുടെ നാട്ടിൽ ഇക്കാണുന്ന രൂപത്തിലൊക്കെ ഒരു ലോകമുണ്ട്. നമ്മൾ കാണുന്നതിനപ്പുറത്തുള്ള ഒരു മഹാലോകം നമ്മളെ മക്കളെ തകർക്കാൻ, നമ്മെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ട് എന്ന കാര്യം നമ്മൾ അറിയുക എന്നതാണ് ഒന്നാമത്തെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മളൊന്ന് അറിയാം. എന്നിട്ട് എന്ത് ചെയ്യാ? നേരത്തെ പറഞ്ഞ രൂപത്തിൽ മക്കളെ വിഷയങ്ങളിലൊക്കെ ബാപ്പയും ഉമ്മയൊക്കെ ഒന്ന് സ്നേഹത്തോടെ ഓലൊന്ന് ചേർത്ത് പിടിച്ച് നല്ല മട്ടത്തിന് കൊണ്ടുപോവുകയും എന്തെങ്കിലും മാറ്റം കാണുമ്പോൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാല് ഓലെ വിശ്വസിക്കുകയും ചെയ്യാം. 90% ബാപ്പയുടെയും ഉമ്മയുടെയും അനുഭവം എന്താന്ന് ചോദിച്ചാല്, എന്റെ മോളെ പറ്റിയിട്ട് നിങ്ങളാരോ പറഞ്ഞു തന്നാ ഞാൻ പറയുവേ ഓള് മുസഫിലെ നടുവിലെ കഷ്ണാണ്. ഒരു ബാപ്പയും സ്വീകരിക്കൂല, പറഞ്ഞോനെ തല്ലാൻ പോവും. മദ്രസയിൽ ഉസ്താദ് പറഞ്ഞു, ഒന്ന് നിങ്ങൾ നോക്കണേ, ഞാൻ ചെറിയ ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. മൊയ്ലിയാർ പിന്നെ അടുത്ത മാസം പിരിച്ചുവിടും. മൊയ്ലിയാർ ചിലപ്പോ അടുത്ത മാസം പിരിച്ചുവിടും. അയാളിങ്ങനെ ഞങ്ങളെ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഇടപെടുന്നുണ്ട് എന്നാ പറയാ. ഒരാളും പറയുന്നത് വേറൊരാൾക്ക് ഇഷ്ടമല്ല മക്കളെ കാര്യത്തിൽ. അവസാനം എപ്പാ കുടുങ്ങുന്നത് നമ്മൾ പറ്റങ്ങോട്ട് അതിലങ്ങോട്ട് എത്തിപ്പെട്ട് തകർന്ന് തരിപ്പണാകുന്ന സമയത്താണ് നമ്മൾ അറിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട ബാപ്പമാരോട് പറയാനുള്ളത്, മക്കളെ കാര്യത്തിൽ നിങ്ങൾ ഇത്തിരി ഒന്നൊരു ജാഗ്രത കാണിക്കണം. നമ്മുടെ ശ്രദ്ധ ഉണ്ടാകണം. അവരൊന്ന് ചേർത്ത് പിടിക്കുകയും ഓലിൽ വരുന്ന മാറ്റങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് അറിയുകയൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ അൽഹംദുലില്ലാഹ് നല്ല മാറ്റം ഉണ്ടാകും. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് അധ്യാപകർക്ക് നേരെ കൊലവിളി. അതൊരു +1 വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. പാലക്കാട് ആനക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് സംഭവം. ഇതാണ് ദൃശ്യങ്ങൾ. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെല്ലെ കാലാസ്മേലേക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടേ സാറിന് കഴിഞ്ഞ് എവിടെങ്കിലും പുറത്ത് കിട്ടിയ തീർക്കും. ഞാന് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. ഇന്ന് ഫോൺ കണ്ടോ? എന്റെ ഫോൺ കണ്ടോ? മാഷോട് എന്താ കാണിച്ചത്?
സ്കൂളിന്റെ പുറത്ത് ഞാൻ ഇവിടെ നല്ലപോലെ രീതിക്ക് സ്കൂളിന് സത്യ എത്തിയിട്ടേ ഞാൻ പോവുള്ളൂ. ഞാൻ അങ്ങനെ സ്വഭാവം എന്താ പറയുന്നില്ല. ഇവിടെ കുറെ വീഡിയോ കടത്തി തേങ്ങ മാങ്ങച്ച കാട്ട്. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെല്ലെ കാലാസ്മേനെ വീഡിയോ ഒക്കെ എടുത്തിട്ടേ സാറിന് കഴിഞ്ഞ് എവിടെങ്കിലും പുറത്ത് കിട്ടിയ തീർക്കും ഞാന് കൊന്നിട്ട് പറഞ്ഞ കൊന്നിട്ടും. ഇന്നെ ഫോൺ കണ്ടോ? എന്റെ ഫോൺ കണ്ടോ? ഞാൻ ഇവിടെ നല്ലപോലെ ജി പ്രസാദ് കുമാർ ഉണ്ട്. ഇത് എന്ത് ഇത് എന്താ ഇപ്പൊ പറയാ, ഇതിന് പറയാൻ സത്യത്തിൽ വാക്കുകളില്ല. ഈ പയ്യന്റെ വീട്ടുകാരൊക്കെ ഇതൊക്കെ കാണുക, ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ സ്കൂളിൽ പെരുമാറുന്നതെന്ന് കാണുക, പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഇതിപ്പോൾ നമുക്ക് മുഖവും കാണിക്കാമല്ലോ, 18 വയസ്സിൽ താഴെയുണ്ട്, മുഖം കാണിക്കാൻ പറ്റില്ല. അതൊരു ഉപകാരമായിട്ട് ഇങ്ങനെയുള്ളവർക്ക് മാറുന്നുണ്ടോ എന്നത് സത്യമാണ്. പ്രസാദ്, ഇത് എന്തെങ്കിലും നടപടി സ്കൂളിൽ നിന്നുണ്ടായോ, പോലീസിന്റെ ഇടപെടലുണ്ടായോ? കൊന്നിടുമെന്നൊക്കെയാണ് ഒരു സാറിനോട് പറയുന്നത് മഹാൻ. എന്താ ദിവിഷ 16-17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനാണ്. അത് സ്കൂളിലെ അധ്യാപകനോട് സ്കൂളിൽ മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല, പക്ഷേ ഇവൻ മൊബൈൽ കൊണ്ടുവന്നപ്പോൾ അത് സ്കൂളിൽ നിന്ന് പിടിച്ചു. സ്വാഭാവികമായിട്ടും മറ്റു കുട്ടികൾ കാണും, അവർ മറ്റ് അധ്യാപകരോട് പരാതിപ്പെടും. അങ്ങനെ പിടിച്ചു. അവ പിടിച്ചപ്പോൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ഈ പ്രധാനാധ്യാപകൻ റൂമിലേക്ക് വിളിച്ചിട്ട് വന്നാൽ അവിടെ വെച്ചാണ് ഈ കൊലവിളി നടത്തുന്നത്. സാധാരണ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടൊക്കെ നടത്തുന്ന കൊലവിളി നമ്മൾ കണ്ടിട്ടുണ്ട്, വാർത്തയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു 16 വയസ്സ് അല്ലെങ്കിൽ 17 വയസ്സുള്ള ഒരു പയ്യനാണ് പ്രധാനാധ്യാപകനെതിരെയും അധ്യാപകർക്കെതിരെയും ഒരു കൊലവിളി നടത്തുന്നതാണ്. +1 വിദ്യാർത്ഥിയാണ്. ആനക്കര ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഈ സംഭവം. വെള്ളിയാഴ്ചയാണ് നടന്നത്. എന്തായാലും അധ്യാപകർക്കെതിരെ പോലീസിൽ പരാതി ഇതുവരെ നൽകിയിട്ടില്ല, പക്ഷേ ഇന്ന് പരാതി നൽകുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ വീഡിയോ എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൽ ഒരു നടപടിയെടുക്കും. ഒരുപക്ഷെ വേറെ രീതിയിൽ പോയില്ലെങ്കിൽ പോലും അവനെ, ഈ പയ്യനെ ബന്ധുക്കളെയും അതുപോലെ അച്ഛനമ്മമാരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു ഉപദേശം കൊടുക്കാനുള്ള നടപടിയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഉപദേശം പ്രസാദ്, ഇപ്പോൾ 10-16 വയസ്സുള്ള പയ്യനാണ്, കൊന്നിടുമെന്നാണ് അധ്യാപകനോട് പറയുന്നത്. ഇങ്ങനെ അധ്യാപന മുമ്പിൽ ഇരുന്ന് കൈ ചൂണ്ടി സംസാരിക്കുന്നു. അത് ശരി, ഇനി സ്വാതന്ത്ര്യമാണ്, കൈ ചൂണ്ടാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടെന്നായിരിക്കും ഇപ്പോൾ ഒരു വാദം വരിക. ഓക്കെ, നമുക്കറിയാം 10-15 വയസ്സുള്ള പയ്യന്മാരാണ് ഒരു 30-കാരനെ ഒറ്റക്കുത്തിന് തൃശ്ശൂരിൽ കൊന്നത്. 15 വയസ്സുള്ളവനാണ് 17-കാരനെ ചുറ്റികൊണ്ട് തലക്കടിച്ചു കൊന്നത്. അപ്പോൾ ഈ 16 വയസ്സ് എന്നതൊരു നിഷ്കളങ്ക പ്രായമായും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയില്ല. ഒരു കുട്ടിയാണ്, ബാലനാണെന്നൊന്നും കരുതാൻ പറ്റുന്ന സാഹചര്യമല്ല. അത്രയേറെ എല്ലാ വശങ്ങളോടും എക്സ്പോഷർ കിട്ടുന്ന കുട്ടികളാണ്. അപ്പോൾ ഇത് പോലീസിൽ തന്നെ പരാതിപ്പെട്ട് അതിൻ്റെതായ രീതിയിൽ നടപടി എടുക്കേണ്ടതാണ്. ഇങ്ങനെ കൊല വിളിക്കുന്ന ആള് കൊല്ലില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും അത്തരം പല സംഭവങ്ങൾ നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ ചിന്മയ മിഷൻ സ്കൂൾ തൃശ്ശൂരിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ചിന്മയ മിഷൻ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപിക്കെതിരെ എയർഗൺ ഉപയോഗിച്ചാണ് വെടിയുതിർത്തൊരു സംഭവമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഭീഷണിപ്പെടുത്തുന്നു, ആദ്യം ഭീഷണിപ്പെടുന്നു. അപ്പോൾ വളരെ കുട്ടിയല്ലേ, നിസ്സാരമാണെന്ന് കണക്കാക്കുന്നു. പക്ഷേ സ്കൂളിൽ വന്ന് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അതുപോലെ ഈ കുട്ടികളും ഇത്തരം കുട്ടികൾ ഇപ്പോൾ ഈ ഒരു മാതൃകാപരമായ ശിക്ഷ കുട്ടികൾക്ക് നൽകിയില്ലെങ്കിൽ പിന്നെ ഈ കുട്ടി ആവർത്തിക്കും. മാത്രമല്ല, ഇത് കാണുന്ന ഇത്രയും നടപടി ഉള്ളൂ എന്ന് കാണുമ്പോൾ ഇനി മറ്റു കുട്ടികളും ഇതുപോലെ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൽ പരാതി നൽകുന്നതിനൊപ്പം പോലീസ് ഇതിനെതിരെ ശക്തമായിട്ടൊരു നടപടി കൂടി എടുക്കണം. ഉപദേശം മാത്രം ഞാൻ പറഞ്ഞത് കുട്ടിയല്ലേ എന്നുള്ള ഒരു നോർമലായിട്ടുള്ള വിദ്യാർത്ഥി ഈ രീതിയിൽ പെരുമാറുമോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമാണ്. നമുക്കറിയാം, ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾ +1 +2 കുട്ടികളൊക്കെ എത്രമാത്രം ലഹരിക്ക് അടിമയാണെന്ന് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിനൊക്കെ തടയിടാനുള്ള വേണ്ടത്ര നടപടികൾ പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല എന്നൊക്കെ. അതിന്റെ ഗൗരവം നമ്മുടെ നാട്ടുകാർ പോലും സമൂഹം പോലും ഇപ്പോഴും പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന സങ്കടകരമായ കാര്യമാണ്. ഒരു സാധാരണ മാനസികാവസ്ഥയിലുള്ള ഒരു പയ്യൻ ഇതുപോലെ പറയുമോ? ലഹരിക്ക് അടിമയാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരും. നമുക്കിപ്പോൾ അതിന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ നമ്മുടെ തെളിവുകളില്ലാത്ത നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ദേവിച്ച് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു കുട്ടി ഇങ്ങനെ പെരുമാറണമെങ്കിൽ മൊബൈൽ കൊണ്ടുവന്ന് സാധാരണ അധ്യാപകർ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ വിട്ടതിന് ശേഷം പോയിട്ട് ചോദിക്കും. അതല്ലെങ്കിൽ അച്ഛനമ്മയോടോ പറഞ്ഞ് കരഞ്ഞിട്ട് ചോദിക്കും, ഇനി ആവർത്തിക്കില്ല. ആ രീതിയിലാണ് കണ്ട് ശീലമുള്ളൂ. സാധാരണ ഒരു വിദ്യാർത്ഥി സ്കൂളിൽ അങ്ങനെയാണ് പതിവ്. അല്ലെങ്കിൽ ഫൈൻ അടിച്ച് മൊബൈലും കൊണ്ട് പോകും, ഇനി കൊണ്ടുവരില്ല എന്ന് പറയും. പക്ഷേ ഇതല്ല. സ്കൂളിൽ ക്ലാസ് മുറിയിൽ വെച്ച് തന്നെ ഭീഷണി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രധാനാധ്യാപകനെ കൊണ്ട് കൊടുത്ത് ആ മൊബൈൽ എടുക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ വീഡിയോ എന്ത് വേണമെങ്കിലും റെക്കോർഡ് ചെയ്തോ, അതൊന്നും കുഴപ്പമില്ല, എനിക്കൊരു ശീലമുണ്ട് എന്നാണ് പറയുന്നത്. എന്തൊരു ധാർഷ്ട്യം അല്ലെങ്കിൽ എന്തൊരു ഭീഷണിയാണ്. സാധാരണ കുട്ടികളല്ല, നമ്മൾ കുട്ടികൾ അപ്പുറത്ത് പോയിട്ട് യുവാക്കൾ പോലും ഇങ്ങനെ ഒരു മുതിർന്ന ഒരു അധ്യാപകനോടൊക്കെ സംസാരിക്കുമെന്ന് സംശയമാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ സ്കൂളുകളിലെല്ലാം ലഹരി ഇടപാടുകൾ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഞാൻ അങ്ങനെ സ്വഭാവം എന്താ വീഡിയോ കടത്തി തേങ്ങ മാങ്ങച്ച കാട്ട്. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെല്ലെ കാലാസ്മേനെ വീഡിയോ ഒക്കെ എടുത്തിട്ടേ
സാറിന് കഴിഞ്ഞ് എവിടെങ്കിലും പുറത്ത് കിട്ടിയ തീർക്കു ഞാന് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. നിന്റെ ഫോൺ ഉണ്ടോ? എന്റെ ഫോൺ ഉണ്ടോ? മാഷോട് എന്താ കാണിച്ചത്? പുറത്തത് ഞാൻ ഇവിടെ നല്ലപോലെ രീതിക്ക് സ്കൂളിൽ പുറത്തേക്ക് ഇറങ്ങി എന്താ ചെയ്യാം? സത്യ ചെയ്താൽ ഞാൻ പോവുള്ളൂ. ഞാൻ അങ്ങനെ സ്വഭാവം ഉണ്ട് കുറെ വീഡിയോ കടത്തി തേങ്ങ മാങ്ങച്ച കാട്ട്. ഞാൻ പറയും ഇന്ന നിന്റെ ഉള്ളിലിട്ട് മെല്ലെ കാലാസ്മേലേക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടേ സാറിന് കഴിഞ്ഞ് എവിടെങ്കിലും പുറത്ത് കിട്ടിയ തീർക്കു ഞാന് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും.